നമസ്തേ. 1978 ശ്രീ നാനാജി ദേശ്മുഖ് അന്ന് യുപിയിലെ ബൽറാംപൂരിൽ നിന്നുള്ള ലോകസഭ അംഗമാണ്. ശ്രീ നാനാജി ദേശ്മുഖ് ശ്രീ ബാലഗംഗാധര തിലക് നയിച്ച പാതയിലൂടെ നടന്ന ശ്രീ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പ്രിയ സുഹൃത്തും RSS പ്രചാരകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് എഴുതാൻ ലക്ഷം പേജുകൾ മതിയാകാതെ വരും. ഭാരത് രത്ന നൽകി ആദരിച്ച വ്യക്തിത്വം. 1999 പത്മഭൂഷൺ. രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന പ്രസ്ഥാനത്തെ വടവൃക്ഷമാക്കിയ ആചാര്യൻ. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെ സംഘകാര്യകർത്താക്കളുടെ അതായത് പ്രചാരകന്മാരുടെ ബൈഠക്കിൽ തൊട്ടടുത്തിരുന്ന ചെരുപ്പിടാത്ത യുവാവിനെ അദ്ദേഹം അടുത്തു വിളിച്ചു. എന്താ പേര്? നരേന്ദ്രൻ. പ്രചാരകനായിട്ട് എത്ര വർഷമായി? 12 വർഷം. ഇതാ 2 രൂപ. പോയി ഒരു സ്ലിപ്പർ ചെരുപ്പ് വാങ്ങിയിടൂ. സംഘപ്രചാരകർക്ക് അന്ന് പട്ടിണിയും പരിവട്ടവുമായിരുന്നു. ഭക്ഷണം ഏതെങ്കിലും സംഘബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ സ്വാഹ. വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഗുരുദക്ഷിണയിൽ നിന്നുമാണ് ഇവരുടെ ചിലവ് കഴിയേണ്ടത്. ദാരിദ്ര്യം മാത്രമാണെങ്കിലും അതിൽ അന്തസ് കണ്ടിരുന്നു. ഇവർ രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയ സനാതനധർമ്മത്തിന്റെ കാവൽ ഭടന്മാരായിരുന്നു. ഹിന്ദു എന്നാൽ RSSന് അട്ടിപ്പേർ പലരും ചോദിച്ചിരുന്നവരോട് അതെ എന്ന് പറയാൻ, ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ, ഹൈന്ദവത കാത്തു സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ പാകിസ്ഥാനെ പോലെ ഉറുദു ആയേനെ. നരേന്ദ്രൻ ആ പണം വാങ്ങി പോക്കറ്റിലിട്ടു. 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു മീറ്റിംഗിൽ വെച്ച് ചെരുപ്പിടാത്ത നരേന്ദ്രനെ ശ്രീ നാനാജി ദേശ്മുഖ് കണ്ടു. അടുത്ത് വിളിച്ചു. താങ്കൾക്ക് ചെരുപ്പ് വാങ്ങിയിടാനാണ് അന്ന് ഞാൻ ആ 2 രൂപ തന്നത്. എന്നിട്ടും? ചെറിയ നീരസത്തോടെ ആചാര്യൻ ചോദിച്ചു. ഞാൻ ആ പണം കൊണ്ട് ഭക്ഷണം വാങ്ങിക്കഴിച്ചു. 2 ദിവസമായി പട്ടിണിയിലായിരുന്നു. കാലിന്റെ പ്രാധാന്യത്തെക്കാൾ വയറിന് പ്രാധാന്യം കൊടുത്തു. ചെറുപുഞ്ചിരിയോടെ ആചാര്യനോട് ശ്രീ നരേന്ദ്രൻ പറഞ്ഞു. ഭാരതത്തിൽ ഇന്ന് കാണുന്ന വർണ്ണപ്പകിട്ടുകൾ ലക്ഷക്കണക്കിന് RSS പ്രചാരകരുടെ വിയർപ്പും ജീവനുമാണ്. 1 കോടി സല്യൂട്ട്. പാർലമെന്റിൽ ഈ തീയിൽ കുരുത്ത ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിയെ സ്വർണ്ണക്കരണ്ടിയുമായി വിദേശ രക്തത്തിൽ പിറന്ന ചിലർ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് കാണുമ്പോൾ പുച്ഛത്തോടെ ചിരിക്കാനാണ് തോന്നുന്നത്.